ഓഡോയിൽ ഒരു പർച്ചേസ് ചെയ്ത ശേഷം നമ്മളൊരു റിട്ടേൺ അടിക്കുന്നു. ഉദാഹരണത്തിന് ഇവിടെ ഞാൻ ഒരു പർച്ചേസ് ഡെല്ലിൻ്റെ ലാറ്റിറ്റ്യൂഡ് ഒരു 35,000 വെച്ചിട്ട് 20 പർച്ചേസ് ചെയ്യുന്നു. 7 ലക്ഷം. ഓക്കെ, അത് റിട്ടേൺ ചെയ്ത് പിന്നീട് 30,000 അത് സെയിം റേറ്റ് ആണല്ലോ, -5 ഒരു 5 റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ 1,75,000 റിട്ടേൺ ആവും. ടോട്ടൽ വാല്യൂ പേയബിളായിട്ട് 525 വേണം. അത് എങ്ങനെ ഒടുവിൽ ചെയ്യാമെന്നില്ല നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഇൻവെൻറ്ററി ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പർച്ചേസിലേക്കാണ് പോകുന്നത്. പർച്ചേസിലേക്ക് പോകുന്ന ഇൻവെൻറ്ററി ഐറ്റം ആയതുകൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വിൽപ്പന നടത്തുന്ന ഡെലിവറി ചെയ്യുമ്പോൾ കുറയുകയും റിസീവ് ചെയ്യുമ്പോൾ കൂടുകയും ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഈ മെത്തേഡിൽ തന്നെ പോകണം. കൊട്ടേഷൻ ആവശ്യമില്ല എങ്കിലും അതിലൂടെ പോയേ പറ്റുള്ളൂ. ന്യൂ എടുക്കുന്നു. നമ്മൾ വാങ്ങുന്നത് ഡെല്ലി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അതൊരു എക്സൽ കൊടുത്താണ്. ഞാൻ ലാപ്ടോപ്പ് 20 35,000 വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. 7 ലക്ഷം. ടാക്സ് ഒന്നും ഞാൻ തൽക്കാലം കാണിക്കുന്നില്ല. കൺഫേം ഓർഡർ അടിക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഈ കൊട്ടേഷൻ ഒന്നും കൊടുക്കുന്ന മെത്തേഡ് കാണിക്കുന്നില്ല. ഡയറക്റ്റ് ബില്ലിലേക്ക് പോകാൻ വേണ്ടിയുള്ള മെത്തേഡാണ്. കൊട്ടേഷൻ അടിക്കുന്നു, കൺഫേം ചെയ്തു. ശേഷം റിസീവ് പ്രൊഡക്ട്സ്, അത് നിർബന്ധമാണ്. ഈ റിസീവ് പ്രൊഡക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ 30,000 ഇൻവോയ്സ് വരും. പക്ഷേ എന്ത് ചെയ്യില്ല, സ്റ്റോക്കിലേക്ക് ഐറ്റം ആഡ് ആയില്ല. അപ്പോൾ റിസീവ് പ്രൊഡക്ട്സ് ആഡ് ചെയ്യുന്നു. റിസീവ് പ്രൊഡക്റ്റ് ആഡ് ചെയ്താൽ ഡിമാൻഡ് ക്വാണ്ടിറ്റി എത്രയാണ്? 20 ഡിമാൻഡ് ചെയ്തിട്ട് 10 വന്നെങ്കിൽ 10 അടിച്ചത്. ഇവിടെ ഇപ്പോൾ 20 ഞാൻ കാണിക്കുന്നു. വാലിഡേറ്റ്. അപ്പം സാധനം ഐറ്റം വാലിഡേറ്റ് ചെയ്തു. നമ്മളെ ഇൻവെൻട്രി നോക്കിയാൽ കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, പ്രൊഡക്റ്റ് 20 നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, 20 പ്രൊഡക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ബില്ല് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളൂ, സാധനം വന്നിട്ടുണ്ട്, ഐറ്റം റിസീവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബില്ലാക്കിയില്ല. നമ്മൾ പാർട്ടി ബില്ല് അയച്ചു തന്നു. ക്രിയേറ്റ് ബില്ല് അടിക്കുന്നു. ഓക്കെ, ആ പി ഓൺ ആക്കിയിട്ട് ക്രിയേറ്റ് ബില്ല് അടിക്കുന്നു. ക്രിയേറ്റ് ബില്ല് അടിച്ച് എല്ലാം ഒന്ന് കൺഫേം ചെയ്തു. ബിൽ ഡേറ്റ് എപ്പോഴാണ് ബിൽ ഡേറ്റ് ഇട്ടിരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഇന്ന് ഓഗസ്റ്റ് 1 എടുക്കുക. കൺഫേം, ബില്ലായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിൽ പോയി റിസീവബിൾസ് റിപ്പോർട്ട്സിൽ ഏജ്ഡ് പേയബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെല്ലിന് കൊടുക്കാനുള്ളതായിട്ട് 7 ലക്ഷം കാണിക്കുന്നുണ്ട്. എക്സാക്ട്ലി നമ്മുടെ എമൗണ്ടാണ്, കറക്റ്റാണ്. ഓക്കെ, നമ്മൾ 7 ലക്ഷം കൊടുക്കാനുണ്ട്. ഇനി ഒരു 5 നമ്മൾ റിട്ടേൺ അടിക്കണം. ഇതെങ്ങനെ ചെയ്യാമെന്നില്ല നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഒന്ന് അതിലൂടെ തന്നെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഇൻവോയ്സ് തന്നെ ഏത് ഇൻവോയ്സിന് ഗസ്റ്റ് വന്നതാണ്, അല്ലെങ്കിൽ ഏത് ഡെലിവറിക്കാണ് റിട്ടേൺ കൊടുക്കുന്നത്. ആ റെസീറ്റ് അടിക്കുന്നു. റെസീറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം 20 റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ അടിക്കുന്നു. അവിടെ റിട്ടേൺ അടിക്കുമ്പോൾ ക്വാണ്ടിറ്റി 5 അവിടെ റിട്ടേൺ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, റിട്ടേൺ ഫോർ എക്സ്ചേഞ്ച് അല്ല, റിട്ടേൺ തന്നെ. റിട്ടേണായി, സാധനം റിട്ടേണായി. വാലിഡേറ്റ് ചെയ്താൽ റിട്ടേണായി. വാലിഡേറ്റ് ചെയ്തു, ഐറ്റം റിട്ടേണായി. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 20 - 5 15 ബാക്കിയുള്ളത്. ഓൺ ഹാൻഡ് 15 ഉണ്ട്. പക്ഷേ അക്കൗണ്ട്സ് റിസീവബിൾസിലേക്ക് പോയി കഴിഞ്ഞാൽ കൊടുക്കാനുള്ളത് കുറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം അത് നമ്മൾ അക്കൗണ്ടിങ്ങിന് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ 7 ലക്ഷം തന്നെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് വെണ്ടറിൽ പോയി വെണ്ടർ ബില്ലിലേക്ക് പോവാം. വെണ്ടർ ബില്ലിലേക്ക് പോയാൽ 70 ഇവിടെ ആ ഇൻവോയ്സ് ഓണാക്കി. ഇതിലൂടെ അക്കൗണ്ടിങ്ങിലൂടെ പോയിട്ടാണ് ഓണാക്കുന്നത്. ഓണാക്കി ശേഷം ക്രെഡിറ്റ് നോട്ട് അടിക്കുന്നു. ഇവിടെ റിട്ടേൺ എന്നുള്ള രീതിയിൽ നമ്മൾ റിട്ടേൺ കൊടുത്തു. റിവേഴ്സൽ ഓഫ് അല്ല, ശരിക്കും റിട്ടേൺ ആണ്. ഐറ്റംസ് റിട്ടേൺ എഴുതിയിട്ടുണ്ട്. നമ്മൾ 5 കൊടുക്കുന്നു. ഇനി ഇവിടെ വേണമെങ്കിൽ റിവേഴ്സൽ ഓഫ് ബില്ല് എന്ന് ഉള്ളത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയത് റിവേഴ്സ് അല്ല, ശരിക്കും റിട്ടേൺ ആണ്. നമുക്കത് നോട്ട് ചെയ്തിട്ട് എഴുതാം. ഇതൊരു മെത്തേഡിലാണ്. കൺഫേം അടിക്കുന്നു. അപ്പം 6 ഒരു പ്രിഫിക്സ് വന്നിട്ടാണ് ബില്ല് പ്രിപ്പയറിൽ. പെയ്ഡ് എന്ന് പറയുന്നത് അത് റിട്ടേൺ ആണ്, ഓൾറെഡി അതിലേക്ക് അഡ്ജസ്റ്റ് ആകുന്നതാണ്. അതുകൊണ്ട് ഇതിലിനിയൊന്നും ട്രാൻസാക്ഷൻസ് ഇല്ല. 75 എന്ന് പറയുന്നത് കാണാം, ഓൾറെഡി അതിലധികം എമൗണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങോട്ടുള്ള 175 എന്ന് പറയുന്നത് അതിലേക്ക് അഡ്ജസ്റ്റ് ആകുകയാണ്. അതുകൊണ്ടാണ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടിങ് റിപ്പോർട്ടിൽ ഏജ്ഡ് പേയബിൾസിൽ നോക്കിക്കഴിഞ്ഞാൽ 5,20,000 ആയിട്ട് കാണിക്കുന്നുണ്ട്. 5,20,000. ഈ രീതിയിൽ നമുക്ക് സാധനങ്ങൾ ഐറ്റംസ് റിട്ടേൺ ചെയ്യുമ്പോൾ, ഇത് റിട്ടേൺ ചെയ്യുമ്പോൾ വലിയ കമ്പനികളിൽ റിട്ടേൺ ചെയ്യുന്നത് വെയർ ഹൗസിൽ നിന്നായിരിക്കും.
അക്കൗണ്ടിങ്ങിൽ നിന്ന് അക്കൗണ്ടൻസിൻ്റെ അക്കൗണ്ട്സി ഓഫീസിൽ അത് അറിയുന്നുണ്ടാവില്ല. ശേഷം റിട്ടേൺ ചെയ്ത ശേഷം ആ റിട്ടേൺ സ്ലിപ്പ് എന്താണോ അതിൻ്റെ പ്രൂഫ് ഉള്ളത് അത് അക്കൗണ്ടിങ്ങിലേക്ക് എത്തിയ ശേഷം അക്കൗണ്ടിങ്ങിൽ നിന്നാണ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്, ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തത്. അതുകൊണ്ടാണ് ഇതിൻ്റെ 2 പ്രോസസ്സ് വന്നിരിക്കുന്നത്. ചിലർ ഇത് ഒറ്റയടിക്ക് പ്രോസസ്സാക്കിയ പോരെ എന്നുള്ള സംശയങ്ങളുണ്ടാകും. പക്ഷേ വലിയ കമ്പനികളിൽ അങ്ങനെയല്ല. ചെറിയ കമ്പനികളിൽ ചിന്തിക്കും നമുക്ക് ചിലപ്പം എല്ലാം അറിയുന്ന ഒരാൾ തന്നെ ആയിരിക്കും. എല്ലാവർക്കും അക്കൗണ്ട് തന്നെ അറിയുന്നുണ്ടാകും, പോയതും വന്നതും സാധനം വന്നത് പോയത് എല്ലാം അറിയുന്നുണ്ടാകും. പക്ഷേ വലിയ കമ്പനികളിൽ അതറിയില്ല. അവർ വേറെ തന്നെ സ്ഥലത്തു നിന്ന് ചെയ്യുന്നു, അക്കൗണ്ടിങ് വേറെ സ്ഥലത്ത് ചെയ്യുന്നു. അത്തരം കാര്യങ്ങളിൽ ആ ഒരു രീതിയിലുള്ള മെത്തേഡാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, താങ്ക് യു.